ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാർക്കറ്റ് വ്യൂ മലയാളം. എലിയട്ട് വേവ് തിയറിയെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന കോഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എലിയട്ട് വേവ് തിയറിയെ പറ്റി പഠിക്കുന്ന രണ്ടാമത്തെ ക്ലാസ്സാണിത്. ആദ്യത്തെ ക്ലാസ്സിൽ ഇമ്പൾസീവ് മൂവിനെ പറ്റിയും കറക്റ്റീവ് മൂവിനെ പറ്റിയും പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക. അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാവാതെ പോകും. ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം സെക്കൻഡിലേക്ക് വരിക. ഓക്കെ, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു വേവ് 1-ൽ സബ് മൂവ്മെൻ്റ് ആയിട്ട് സെയിം 5 പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യപ്പെടും. ഇതിനകത്തും ഈ ഇമ്പൾസീവ് മൂവിനകത്ത് സബ് മൂവ്മെൻറ്റ് 1 2 3 4 5 ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇലിയട്ട് വേവ് തിയറിയിലെ ഒരു ട്രെൻഡിൻ്റെ ആരംഭമാണ് വേവ് 1 എന്ന് പറയുന്നത്. വേവ് 1 നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് നോക്കാം. ട്രെൻഡിനെ നയിക്കുന്ന ആദ്യത്തെ ഇമ്പൾസീവ് മൂവാണ് വേവ് 1 എന്ന് പറയുന്നത്. വേവ് 1 നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. വേവ് 1 എപ്പോഴും ഒരു പഴയ ട്രെൻഡിൻ്റെ അവസാനവും പുതിയ ട്രെൻഡിൻ്റെ ആരംഭവും ആയിരിക്കും. ഓക്കെ, ഇതൊരു ട്രെൻഡിൻ്റെ ആരംഭമാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതൊരു നോയ്സ് ആയിട്ടേ മാർക്കറ്റിൽ ഫീൽ ചെയ്യത്തുള്ളൂ. വളരെ ചെറിയ ക്യാൻഡിൽ മൂവ്മെൻറ്റുകളായിരിക്കും, വോളിയം കുറവായിരിക്കും, പുൾ ബാക്ക് പോലെ റീറ്റെയിലേഴ്സിന് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു ഡിഗ്രിയിൽ ഇമ്പൾസീവ് തരംഗങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ വേവ് 1 വളരെ ചെറിയ വേവ് ആയിരിക്കും, ഡൗട്ട്ഫുൾ ആയിരിക്കും. അവിടെ വോളിയത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് അവിടെ നിന്നൊരു പുൾ ബാക്ക് വരുന്നതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അവിടെ ആ ഒരു സംശയം എപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കും. വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ ആദ്യം അനലൈസ് ചെയ്തതുപോലെ ABC ക്ലോസ് ആയി കഴിഞ്ഞാൽ വേവ് 1-ലേക്കും 1 2 3 4 5 എന്ന് പറയുന്ന 5 തരംഗങ്ങൾ ഉണ്ടായിരിക്കും, 5 വേവ്സ് ഉണ്ടായിരിക്കും. വേവ് 5 മിക്കവാറും ലീഡിങ് ഡയഗണലായിട്ടുള്ള ഇത്തരം പാറ്റേൺസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഒരു ചാനലിനകത്ത് നിന്നിട്ട് അത് ABC 1 2 3 ABC അല്ല 1 2 3 4 5 ഈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷമുള്ള ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് അവിടെ കാണാൻ മിക്കവാറും സാധിക്കും. ഇത്തരത്തിലായിരിക്കും വേവ് 1 ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതിനുശേഷം ഒരു ABC വേവ് 2 ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ വേവ് 2ൻ്റെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ലോയിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ട് പലപ്പോഴും അതിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമായിരിക്കും വേവ് 3 സ്റ്റാർട്ട് ചെയ്യുക. അത് ചാർട്ട് കൂടുതലായിട്ട് ചാർട്ടിലേക്ക് പോയിട്ട് നമുക്ക് പഠിക്കാം. ഒരു ഇലിയട്ട് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 അങ്ങനെ 5 മൂവ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വേവ്സ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 5 മൂവ്മെൻറ്റ്സിൽ നമുക്കൊരു എൻട്രി ഇതിനകത്ത് എങ്ങനെ കൺസിഡർ ചെയ്യാം, എക്സ്ട്രാ മൂവ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. സബ് മൂവ്മെൻറ്റത്തിൽ ഈ ഒരു മൂവ്മെൻറ്റത്തിൽ ABC ഉണ്ടാവും, ഇതിൽ 1 2 3 5 ഉണ്ടാവും, ഒരു മോട്ടീവ് വേവ് ഉണ്ടാവും, ഇതിലൊരു കറക്ഷൻ വേവ് ഉണ്ടാവും. ഈ കറക്ഷൻ വേവിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുന്ന സമയത്ത് നമുക്ക് വേവ് 3 ഫസ്റ്റ് വേവ് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേവിൻ്റെ കറക്ഷൻ കഴിയുന്ന സമയത്ത് വേവ് 3 ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷനായി. ഈ ഒരു ബ്രേക്ക് വോളിയത്തോടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ മൊമെൻറ്റം കഴിഞ്ഞിട്ട് ബ്രേക്ക് കിട്ടി കഴിയുമ്പോൾ അവിടുത്തെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നു. തേർഡ് വേവ് കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്ഷൻ കഴിഞ്ഞിട്ട് കൺഫർമേഷൻ കിട്ടുമ്പോൾ അടുത്ത മൊമെൻറ്റിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നു. ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ ABCയുടെ അത്തരത്തിലൊരു കൺഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഡൗൺ ട്രെൻഡ് ഇവിടെ കണ്ടെത്താൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് ഈ ഒരു മൊമെൻറ്റത്തിനകത്ത് നിന്ന് നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിൽ 1 2 3 4 5 നമുക്ക് ഇത്തരത്തിലൊരു ട്രേഡ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ എപ്പം ബ്രേക്ക് ആവുന്നു ആ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുത്തെ ABC ഉണ്ടല്ലോ, ആ ABCയുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നൊരു ട്രെൻഡ് കിട്ടും. ആ ഒരു ട്രെൻഡിൽ നമ്മൾ അടുത്ത ആ ഒരു ട്രെൻഡ് ക്യാച്ച് ചെയ്യാം. അങ്ങനെ അത്തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേവ് 1-ൽ കോർ റൂൾസ് ആണ്. ഫസ്റ്റ് 1 2 3 4 5 അവിടെ ഉണ്ടായിരിക്കണം, 5 തരംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇമ്പൾസീവ് വേവ് അല്ലെങ്കിൽ ലീഡിങ് ഡയഗണലായിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഡ്രോ ചെയ്യാം നോക്കാം. ചാർട്ടിൽ നമുക്ക് എങ്ങനെ ആ ഇമ്പൾസീവ് മൂവ്മെൻറ്റം എങ്ങനെ നമുക്ക് ചാർട്ട് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ 1 2 3 എങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാം നോക്കാം. ഇതിൽ 1 3 5 ഇതേപോലെ നമുക്ക് 1 2 3 ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ചാർട്ട് 5 മൂവ്മെൻറ്റം കഴിഞ്ഞ് ഡെയിലി ടൈം ഫ്രെയിമിൽ 5 കഴിഞ്ഞിട്ട് ഇപ്പോൾ ABC കറക്ഷനിലാണ് ഉള്ളത്. ഇപ്പോൾ ABC കറക്ഷൻ എവിടം വരെ വരും, അത് ഫിബൊനാച്ചിയിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഫിബൊനാച്ചിയുടെ റീട്രേസ്മെൻറ്റ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിലേക്ക് നോക്കാം. ഇലിയട്ട് വേവിൻ്റെ വേവ് 1-ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് ഫസ്റ്റ് മൂമെൻറ്റിന് ശേഷം ഈ റീട്രേസ്മെൻറ്റിൽ ഒരിക്കലും ഈ റീട്രേസ്മെൻറ്റിൻ്റെ 100% റീട്രേസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ റീട്രേസ് ചെയ്താൽ നമ്മളുടെ അനാലിസിസ് തെറ്റാണ്. ഇത് വേവ് 1 അല്ല. തീർച്ചയായും
ഫിബൊനാച്ചി ലെവൽ നോക്കുമ്പോൾ 100%ലേക്ക് ഒരു കാരണവശാലും വന്നു കഴിഞ്ഞാൽ ഇത് വേവ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇതാണ് ഫസ്റ്റ് റൂള്. ദിസ് ഇസ് വേവ് 1. ഇവിടെ നമുക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ പുൾ ബാക്ക് ആണെന്നേ ആദ്യമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കൂടുതലും ഈ ഒരു റീട്രേസ്മെൻറ്റിൽ എല്ലാവരും ട്രാപ്പായി പോകുന്നത് ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക്, ഈ പുൾ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എടുക്കുമ്പോഴാണ് ട്രാപ്പായി പോവുക. ഇത് വേവ് 1 ആണെന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിയില്ല. എപ്പോഴും ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയ ആയിരിക്കും വേവ് 1 എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നൊരു ബ്രേക്ക് ഔട്ട് എങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും വേവ് 1 ആണെന്ന്. ഇത് വേവ് 1 ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു മാഗ്ഡിയോ RSIയോ പോലുള്ള ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ഏറ്റവും ഡൗണിലായിരിക്കണം. ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം ഇൻഡിക്കേറ്ററും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്കൊരു കൺഫർമേഷനായിട്ട് എടുക്കാൻ പറ്റും. സെക്കൻഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ റീട്രേസ്മെൻറ്റ് ഒരിക്കലും 100%ലേക്ക് വരാൻ പാടില്ല. 100%ലേക്ക് വരാൻ പാടില്ല. ഇതായിരിക്കണം റീട്രേസ്മെൻറ്റ് ലെവൽ. ഈ ലെവലിന് താഴെ വന്നു കഴിഞ്ഞാൽ ഇത് ഫെയിലായി. 100%ലേക്ക് വന്നാൽ വേവ് 1ൻ്റെ കൺസെപ്റ്റ് ഫെയിലായി. ഓക്കെ, നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ആദ്യം അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, വേവ് 1, 2, 3, 4, 5. ഓക്കെ, ഫിഫ്ത്ത് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഏത് മൊമെൻറ്റത്തിലാണ്? ആക്ച്വലി ഫിഫ്ത്ത് വേവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് മൊമെൻറ്റം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്? എപ്പോഴും ഫസ്റ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡൈവർജൻസും കൂടി നമ്മളിവിടെ നോക്കിയപ്പോൾ എവിടെ നിന്നാണ് ഏറ്റവും ഡൗണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇവിടെയൊക്കെ ഡൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഈക്വൽ ലോയുടെ മുകളിൽ 100% അത് റീട്രേസ്മെൻറ്റ് ചെയ്തതുകൊണ്ട് നമുക്കത് പറ്റില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വേവ് 1ഉം 2ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തു. ആ വേവ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നല്ല പോക്ക് പോയത് കണ്ടില്ലേ? അതാണ് തേർഡ് വേവ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിൽ ഇമ്പൾസീവ് വേവ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഫിഫ്ത്ത് വേവ് എവിടം വരെ പോകുമെന്ന് അറിയാൻ പറ്റില്ല. നമുക്കങ്ങനെ ഇതിൻ്റെ റീട്രേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ABC വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ വരണം? ABC വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ഏരിയയിലേക്ക് റീട്രേസ്മെൻറ്റ് സംഭവിക്കാം. ഈ ഒരു ഏരിയ വരെ റീട്രേസ്മെൻറ്റ് സംഭവിക്കാം. ഓക്കെ, വേറൊരു ചാർട്ടും കൂടി എടുക്കാം. ഗോൾഡിൻ്റെ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഗോൾഡിൻ്റെ ചാർട്ട് വീക്ക്ലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇത് റിമൂവ് ചെയ്തിട്ട് ഓക്കെ ഫസ്റ്റ് തുടങ്ങാം. ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം 100% റീട്രേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വേവായിട്ട് നമ്മൾ എവിടെയാണ് കൂട്ടുക? 1, 2, 3, തേർഡ്. ഇപ്പോൾ കറക്റ്റീവ് മൊമെൻറ്റത്തിലാണ് മാർക്കറ്റ് ഉള്ളത്. ദെൻ 5. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഗോൾഡിൻ്റെ ഏത് പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്? കറക്റ്റീവ് വേവ്സിലേക്കാണ്. അതായത് ഫോർത്ത് വേവിലാണ് ഉള്ളത് റീസെൻ്റ്. ഇപ്പം നമ്മൾ ഉള്ളത് ഫോർത്ത് വേവിലാണ്. ഇപ്പോൾ ഇവിടുത്തെ ഡൈവേർജൻസ് നോക്കിക്കഴിഞ്ഞാൽ വീക്കിലിയിൽ നോക്കുമ്പോഴത്തേക്ക് ഡൈവേർജൻസ് ഡൗൺ ആണ്. നമുക്ക് കറക്ഷൻ എവിടം വരെ വരാം? തേർഡ് വേവിൻ്റെ കറക്ഷൻ 38 പോയിൻ്റ് ഈ ഒരു ഏരിയയിലേക്ക് കറക്ഷൻ വന്നേക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം 38 പോയിന്റിൽ വന്നിട്ട് റിവേഴ്സ് എടുത്തിട്ടായിരിക്കും വീണ്ടും ഫർദർ മൂവ്മെൻറ്റ് കിട്ടുക. അതേപോലെ BTCയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ഈ ഒരു ഏരിയയിലേക്ക് 5 കഴിഞ്ഞിട്ട് ഇപ്പോൾ ABC മൊമെൻറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ഒന്നും കൂടെ. ഓക്കെ, ABC മൊമെൻറ്റത്തിൻ്റെ റീട്രേസ്മെൻറ്റ് ഏരിയ ഏതാണ്? 618 ലെവൽ. ഈ ഒരു ലെവലാണ് നമുക്ക് ഗോൾഡൻ റേഷ്യോ എന്ന് പറയാൻ പറ്റിയ ഒരു ലെവൽ. ഓക്കെ, 618 ഈ ഒരു ലെവലിലേക്ക്, ഗോൾഡൻ റേഷ്യോ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇവിടുന്ന് ഒരു വേവ് 1 പുതുതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വേവ് 1 കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നമ്മൾ ഡൈവേർജൻസ് ഏതെങ്കിലും ലോ ലെവലിലായിരിക്കണം. ഇതിപ്പോൾ ലോ ലെവലിലുണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവണം. ട്രെൻഡ് ലൈൻ ബ്രേക്കായി തിരിച്ചുള്ള റീട്രേസ്മെൻറ്റിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കായിട്ട് കറക്റ്റ് നമുക്ക് പ്രോപ്പറായിട്ട് എവിടെ നിന്നായിരിക്കും ഇതിൻ്റെ എൻട്രി പറയാൻ പറ്റുക? ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വേവ് 1 കൺഫേം ചെയ്യാം. കൺഫേം ചെയ്തിട്ട് ഒരിക്കലും ഇതിൻ്റെ റൂൾസിൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? 1ന് താഴേക്ക് ഈ വേവ് 1ൻ്റെ താഴേക്ക് ഒരു കാരണവശാലും റീട്രേസ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല.
ഇത്തരത്തിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് ഇത് അടുത്ത മൊമെൻറ്റം സ്റ്റാർട്ടിംഗ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈവേർജൻസും ഒക്കെ ആയിരിക്കണം, ഇവിടെ വോളിയത്തിൻ്റെ ഇൻക്രീസ് ഉണ്ടായിരിക്കണം. ഇത് കയറി വന്നിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു കൺഫർമേഷനായിട്ട് എടുക്കാൻ പറ്റും. ഈ ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അവിടെ നിന്ന് ഒരു എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഇതേപോലെ താഴേക്ക് പോകുമ്പോൾ ഓരോ ചെറിയ ഫ്രെയിമിലും ആ ഒരു ഏരിയയിലുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലാണ് ഇല്ലേർട്ട് വേവ് നമ്മൾ അനലൈസ് ചെയ്യുക. ഓക്കെ, വേവ് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രിക്കായിട്ടുള്ള ഏറ്റവും നല്ല സുവർണ അവസരം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വേവിൻ്റെ അവസാനം കഴിഞ്ഞിട്ട് ABC കറക്ഷൻ 1 2 3 വരും. 1 2 3 വരുന്നത് ഈ കറക്ഷൻ ഫിബൊനാച്ചി ലെവലിൽ എവിടം വരെ വരും, അതിൻ്റെ 0.5 അല്ലെങ്കിൽ 6.618 എന്ന് പറയുന്ന ലെവലാണ് ഏറ്റവും ഗോൾഡൻ ലെവലായിട്ടുള്ളത്. ഈ ഒരു കറക്ഷനിൽ വന്നതിന് ശേഷം ഈ ഒരു കറക്ഷനിൽ നിന്നും മേളിലോട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ നമ്മൾക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട്, ഈ ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് ഉള്ളൊരു എൻട്രിയാണ് ഏറ്റവും ഗോൾഡൻ എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു റീട്രേസ്മെൻറ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ വരിക ഫിബൊനാച്ചി ലെവലിൽ ഈ ടോട്ടൽ മൂവിൻ്റെ 618 ഈ ഒരു റേഞ്ചാണ് ഏറ്റവും നല്ല എൻട്രി ലെവൽ, ഗോൾഡൻ ലെവൽ. ഈ ഒരു വേവ് കറക്റ്റായിട്ട് നമ്മൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് വേവ് പൂർണ്ണമായിട്ടും 5 വേവുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഈ റൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് ലോവസ്റ്റിൽ 100% റീട്രേസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലെവൽ എൻട്രി എടുത്തിട്ട് ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ 3 5 എന്നീ എല്ലാ മൊമെൻറ്റ്സും നമുക്ക് മുകളിലോട്ടുള്ള ഈ 3ഉം 5ഉം മൊമെൻറ്റുകൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ വേവ് 1 എങ്ങനെ നമുക്ക് ഉറപ്പാക്കാം. പഴയ ട്രെൻഡ് ബ്രേക്ക് ചെയ്തു, ട്രെൻഡ് ലൈൻ ബ്രേക്ക് വരുന്നുണ്ട്, 0.5 അല്ലെങ്കിൽ 618 ഒരു റീട്രേസ്മെൻറ്റ് വരുന്നുണ്ട് വേവ് 2-ൽ. അതിനുശേഷം ഈ നമ്മുടെ ഏതെങ്കിലും MSD മാഗ്ഡിയോ അല്ലെന്നുണ്ടെങ്കിൽ RSIയോ പോലുള്ള ഏതെങ്കിലും ഡൈവർജൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ലോ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തുക. അങ്ങനെ നമുക്ക് വേവ് 1 ഉറപ്പാക്കാം. ഈ തരത്തിലാണ് വേവ് 1 നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ആ തരത്തിൽ വേവ് 1 അനലൈസ് ചെയ്തിട്ട് വേവ് 2ൻ്റെ എൻട്രി പോയിൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ എലിയട്ട് വേവ് 3 ആയിട്ടുള്ള ഏറ്റവും വലിയ മൊമെൻറ്റത്തിലേക്കുള്ള എൻട്രി നമുക്ക് വേവ് 2-ൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. വേവ് 1-ൽ കോമൺ ആയിട്ട് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പൾസീവ് മൂവിനകത്ത് ഹയർ മൊമെൻറ്റം വരുമ്പോഴത്തേക്ക് എല്ലാവരും അതിനകത്ത് പെട്ടെന്ന് മൊമെൻറ്റം സ്റ്റാർട്ടായെന്ന് വെച്ച് ചാടി കയറുന്നു, അതിൻ്റെ റീട്രേസ്മെൻറ്റിൽ SL അടിക്കുന്നു. ഈ SL അടിക്കുന്ന എന്നാൽ നമ്മൾ പ്രോപ്പർ പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 50%-ന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവിടെ എൻട്രി ചെയ്തിട്ട് 100%-ൽ കൊണ്ടുവന്ന് SL വെക്കുക. 3 5 വേവ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 618 ലെവലിലേക്കുള്ള ആ ഒരു മൊമെൻറ്റം പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റും. എലിയറ്റ് വേവ് തിയറിയിൽ വേവ് 3 എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ മൊമെൻറ്റം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് മൊമെൻറ്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് വെയിൻ എന്ന് പറയുന്നതാണ് തേർഡ് മൊമെൻറ്റം. ഈ മൊമെൻറ്റം നമുക്ക് പൂർണ്ണമായിട്ടും ഏറ്റവും വലിയ ലാഭത്തിലേക്ക് നമുക്ക് ആ ട്രേഡിനെ എത്തിക്കാൻ പറ്റും. വേവ് 1ഉം വേവ് 2ഉം മാസ്റ്റർ ചെയ്ത് നമുക്ക് വേവ് 3 എന്നുള്ള വലിയ മൊമെൻറ്റത്തെ എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ വിശദമായ ഒരു എൻട്രി ലെവലും കാര്യങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.